പെരുമാതുറ സെൻട്രൽ മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിൽ ഒക്ടോബർ 23 വ്യാഴാഴ്ച വൈകിട്ട് 7:30 മുതൽ വാക്ചാതുരിയുടെ വരദാന സൗഭാഗ്യവും പ്രഭാഷണ വേദികളിലെ തരംഗസാഗരവുമായ ഉസ്താദ് AK അബ്ദുൽ ഫത്താഹ് ഫൈസി ഭീമാപ്പള്ളിയും ഒക്ടോബർ 24 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ അക്ഷരങ്ങളിലെ അർത്ഥസൗന്ദര്യവും ആശയമികവും അഴകു ചേർത്ത് വശീകരണ സിദ്ധിയുള്ള ശബ്ദമധുരിമയാൽ ആസ്വാദക ഹൃദയങ്ങളിൽ ആത്മീയ വിജ്ഞാനത്തിന്റെ നറുമലരുകൾ സമ്മാനിക്കുന്ന അക്ഷരപ്പടവാൾ കടുവയിൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഉസ്താദ് അബൂ റബീഅ സുദഖത്തുല്ലാ ബാക്കവി പ്രപഞ്ചം തകരുമ്പോൾ എന്ന വിഷയത്തെ വിശകലനം ചെയ്ത് പ്രഭാഷണ വിസ്മയം തീർക്കുമ്പോൾ ഒക്ടോബർ 25 ശനിയാഴ്ച വൈകിട്ട് 7:30 മുതൽ മുസ്ലിമിന്റെ വജ്രായുധം എന്ന വിഷയത്തെ വിശദപ്പെടുത്തി അക്ഷരമുത്തുകൾ കൊണ്ട് ആത്മീയ വിജ്ഞാനത്തിന്റെ അമൃതം ചൊരിയുന്ന ആത്മീയ പ്രഭാഷകൻ കൊട്ടിയം കൊട്ടുംപുറം കേന്ദ്ര ജമാഅത്ത് ചീഫ് ഇമാം ഉസ്താദ് മുഹമ്മദ് സുഹഫ് മന്നാനി കുളത്തൂപ്പുഴയിൽ ഒക്ടോബർ 26 ഞായറാഴ്ച വൈകിട്ട് 7:30 മുതൽ മനുഷ്യന്റെ ഉൽപ്പത്തിയും അടിസ്ഥാനവും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ആത്മഭാവത്തിന്റെ അമൂർത്തത കൊണ്ട് പെരുമാതുറയുടെ മണ്ണും മനസ്സും കീഴടക്കിയ ആദരണീയ പണ്ഡിത ശ്രേഷ്ഠനും പ്രശസ്ത പണ്ഡിതനും പ്രമുഖ വാഗ്മിയുമായ ഉസ്താദ് മുഹമ്മദ് ഷിബിലി ഫാദിൽ മന്നാനിയും ഒക്ടോബർ 27 തിങ്കളാഴ്ച വൈകിട്ട് 7:30 മുതൽ സ്വർഗമാണ് ഉമ്മ എന്ന വിഷയത്തെ അധികരിച്ച് മലബാറിന്റെ മുഞ്ചുള്ള പ്രഭാഷണ വിസ്മയങ്ങളിലൂടെ മലയാളക്കരയുടെ മനസ്സകം കീഴടക്കിയ മതബോധന വേദികളിലെ വിസ്മയ താരകം വളാഞ്ചേരി ടൗൺ മസ്ജിദ് ചീഫ് ഇമാം ഉസ്താദ് മുനീർ ഹുദബി വിളയിലും ഒക്ടോബർ 28 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 മുതൽ സ്നേഹനബിയുടെ സ്നേഹിതർ എന്ന വിഷയത്തെ ആസ്പദമാക്കി അലിഫിന്റെ ഉറവയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അക്ഷരമുത്തുകൾ കൊണ്ട് ആത്മീയ വിജ്ഞാനങ്ങളുടെ പറുദീസ തീർക്കുന്ന പ്രമാത്മക വിജ്ഞാനത്തിന്റെ പ്രൗഢോജ്വല പ്രഭാഷകൻ എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉസ്താദ് മുഹമ്മദ് അർഷദ് ബദരി മന്നാനി വടുതലയും ഒക്ടോബർ 29 ബുധനാഴ്ച അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഔലിയാക്കൾ എന്ന വിഷയത്തെ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിന്റെ ഏറ്റവും വലിയ സുലാത്തു നഗരിയായ പെരിങ്ങാട് സുലാത്തു നഗറിന്റെ അമരക്കാരനും തസവ്വുഫിന്റെ ഭാവമഴയായി ആധ്യാത്മിക സുഗന്ധം പരത്തുന്ന ആത്മീയ തേജസ്സുമായ പെരിങ്ങാട് ഉസ്താദ് അബൂ മുഹമ്മദ് ഇദ്രീസു ഷാഫി കരുവ അവர்களுം ഒക്ടോബർ 30 വ്യാഴാഴ്ച വൈകിട്ട് 7:30 മുതൽ പ്രവാചകാനുരാഗം എന്ന വിഷയത്തിൽ ദീനീ ബോധന സദസ് നയിച്ചുകൊണ്ട് സ്നേഹപ്രപഞ്ചത്തിലെ സുവർണ ശോഭ പോൽ നബി സ്നേഹത്തിന്റെ നിലാമയം തൂകുന്ന ചിന്തകളുടെ ചന്തം ചിന്തുന്ന വാഗ്വൈഭവങ്ങളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ പ്രഭാഷണ തേജസ് പ്രവാചക രക്തം സിരകളിലൂടെ ഒഴുകുന്ന ആഷിഖുർ റസൂൽ കൊല്ലം മദീനത്തുൽ അൻവാർ ചെയർമാൻ സയ്യിദ് ഹസ്ബുല്ലാ ബാഫക്കി തങ്ങളും ഒക്ടോബർ 31 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ പരീക്ഷണങ്ങളുടെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയ ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച് സ്നേഹം കൊണ്ട് വിരുന്നൂട്ടി പ്രതീക്ഷകളുടെ ആകാശച്ചിരിവിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിയ കാരുണ്യ മാനസങ്ങളുടെ കളിത്തോഴൻ സ്നേഹസാഗരം ഫൗണ്ടേഷൻ ചെയർമാൻ ഉസ്താദ് ചിറയൻകീഴ് AM നൌഷാദ് ബാക്കവിയും പ്രഭാഷണ വിസ്മയങ്ങൾ തീർക്കുമ്പോൾ നവംബർ 1 ശനിയാഴ്ച വൈകിട്ട് 4:30 ദിക്റു ഹൽക്ക മജ്ലിസോടെ സാന്ദ്രസുധന്യമായി വൈകിട്ട് 6:30 സമാപന സമ്മേളനത്തോടും തുടർന്ന് നവംബർ 1 ശനിയാഴ്ചയുടെ നിശയുടെ നിശബ്ദതയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തെ സാക്ഷിയാക്കി രാത്രി 9 മണിക്ക് നടത്തപ്പെടുന്ന ഭക്തി നിർഭരമായ ദിക്ർ ദുആ സ്വലാത്തു ദുആ സംഗമത്തിന്റെ അമരനായകത്വം വഹിച്ചുകൊണ്ട് സ്നേഹ സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യ ബോധത്തിന്റെയും താളലയങ്ങൾ തീർത്ത പെരുമാതുറയുടെ മണ്ണിൽ നിന്ന് ഈന്തമരത്തോട്ടങ്ങളും കാഫിലക്കൂട്ടങ്ങളും കവിത രചിക്കുന്ന മദീന മലർവനിയിലേക്ക് ഇഷ്കിന്റെ പാലം പണിഞ്ഞ് മദീനത്തെ സ്നേഹനിമിഷങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞുവെച്ച് വാക്കുകൾ കൊണ്ട് വിസ്മയം തീർത്ത് ആഷിഖ്യങ്ങളുടെ മനസ്സകങ്ങളിലേക്ക് മദീന മലർവനി പ്രണയമായി പെയ്തിറങ്ങുന്ന അനുഭൂതി വിധാനിച്ച് മദീനയുടെ പുണ്യം പെരുമാതുറയുടെ മണ്ണിൽ പകർന്ന് പ്രവാചക കുടുംബ പരമ്പരയിലെ പ്രശോഭിത തേജസ്സും ആത്മീയ സരണിയിലെ ഔജ്ജല്യ താരകവുമായ സയ്യിദ് അബ്ദുൽ ഹക്കീം അൽ ബുഖാരി തങ്ങൾ പട്ടാമ്പി അവർകൾ സംബന്ധിക്കുകയാണ്. നവംബർ 2 ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അന്നദാനത്തോടുകൂടി പരിസമാപ്തിയാകുന്ന പെരുമാതുറ സെൻട്രൽ മുസ്ലിം ജമാഅത്തിലെ മഹത്തായ ദിക്റു ഹൽക്ക മജ്ലിസിന്റെ പവിത്രമായ 23ാം വാർഷിക ആത്മീയ സംഗമങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ ആത്മസായുജ്യം കൊണ്ട് ധന്യരാകാൻ ഇന്നാട്ടിലെ മുഴുവൻ സ്നേഹജനങ്ങളെയും